Big Boss Malayalam Season 6. This is Dr. Robin Radhakrishnan. This is what I do. അതെ ഗൈസ്, ബിഗ് ബോസ് മലയാളം സീസൺ 6 വരാൻ പോവുകയാണ്. കഴിഞ്ഞ വർഷത്തെ പോലെ ഒന്നും അല്ലാന്ന് തോന്നുന്നു. ഇപ്രാവശ്യം ബിഗ് ബോസ് നേരത്തെയാണ്. അതെ, മാർച്ചിലാണ് കഴിഞ്ഞ പ്രാവശ്യം, കഴിഞ്ഞ മുന്നത്തെ പ്രാവശ്യമൊക്കെ ബിഗ് ബോസ് മലയാളം എന്ന് പറയുന്ന ആ ഒരു ഷോ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഫെബ്രുവരിയിൽ തന്നെ ബിഗ് ബോസ് ലോഞ്ച് ചെയ്യാൻ പോകുന്നു എന്നൊക്കെ റൂമറുകൾ കേൾക്കുന്നു. എന്തായാലും ഇന്നലെ തെലുങ്കു സീസൺ കഴിഞ്ഞിരിക്കുകയാണ്. അടിപൊളി കിടിലൻ കിടുക്കാച്ചി കിണ്ണം കാച്ചിയ ഒരു സീസണാണ് തെലുങ്കുവിൽ ഇപ്രാവശ്യം കഴിഞ്ഞത്. അർഹിച്ച ആൾക്കാർ തന്നെയാണ് വിന്നറായിരുന്നത്. ഞാൻ പക്ഷെ വിന്നർ പേഴ്സണലി പറയുകയാണെങ്കിൽ അദ്ദേഹം ആവും വിചാരിച്ചില്ല. പക്ഷെ ഓക്കെ, പ്രേക്ഷകരാണ് അന്തിമ വിധി എഴുതുന്നത്. കൂടുതൽ ഫാൻസ് അങ്ങോട്ട് ഓക്കെ. തെലുങ്കു ഇതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല, പക്ഷെ നിങ്ങൾ യൂട്യൂബിലൊക്കെ എടുത്ത് നോക്കിയാൽ അടിപൊളി സീസൺ ആയിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് ബിഗ് ബോസ് മലയാളം സീസൺ 6 പറ്റി സംസാരിക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 6 പോകുമ്പോൾ ആരൊക്കെ ആയിരിക്കും ഉണ്ടാവുക ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ തന്നെ പ്രഡിക്ഷൻ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് നീണ്ട നിരകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ചിലരൊക്കെ ഉണ്ടാവാം, ചിലരൊക്കെ ഉണ്ടാവാതിരിക്കാം. പക്ഷെ എന്നാലും ബിഗ് ബോസ് മലയാളത്തിന്റെ ഒരു സ്വഭാവം വെച്ച് ബിഗ് ബോസ് മലയാളത്തിലെ കണ്ടസ്റ്റൻസിനെ ആദ്യം പറഞ്ഞ് വരുന്ന ആൾക്കാർ വളരെ ചുരുക്കമായിരിക്കും. മീൻസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ അങ്ങനെ പറയാൻ ആരും പറയില്ല. ബിഗ് ബോസിന്റെ ക്രൈറ്റീരിയ തന്നെ ഉള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു. ബിഗ് ബോസിലേക്ക് കയറുന്നതിന് മുമ്പ് ഇങ്ങനെ ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടൊന്നും കയറില്ല. ബിഗ് ബോസിന് കയറിയതിനു ശേഷമാണ് അവർ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ ആ ഒരു വീഡിയോയും കാര്യങ്ങളും വരാറുള്ളത്. അടുത്ത ആൾക്കാർക്ക് മാത്രമേ അറിയലുണ്ടാവുള്ളൂ. സോ കഴിഞ്ഞ സീസണിൽ കുറച്ചും കൂടി ലിബറൽ ആയിരുന്നു തോന്നുന്നു. കുറെ പേരൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അവർ പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ. ഈ സീസണിൽ ഇനി എന്താവും എന്ന് അറിയില്ല. എന്തായാലും തൊപ്പി ബിഗ് ബോസിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സോഷ്യൽ മീഡിയ ക്ലിപ്പുകളൊക്കെ കാണാനായിട്ടുണ്ടായിരുന്നു. അദ്ദേഹം തന്നെ, അതായത് തൊപ്പി തന്നെ നമ്മുടെ ഇതിൽ പറഞ്ഞ മീൻസ് അദ്ദേഹത്തിന്റെ സ്ട്രീമിലും കാര്യങ്ങളൊക്കെ പറഞ്ഞതാണെന്ന് തോന്നുന്നു. കട്ട് ചെയ്തിട്ട് ബിഗ് ബോസിൽ പോകുന്നുണ്ട്, ഞാൻ ഇനി തെറി പറയില്ല, അങ്ങനത്തെ കുറച്ച് ക്ലിപ്പും കാര്യങ്ങളൊക്കെ കാണാനിടയായി. സാധാരണ ബിഗ് ബോസിൽ പോകുന്ന ഒരാള് ശരിക്കും അങ്ങനെ ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടൊന്നും ബിഗ് ബോസിലേക്ക് കയറി പോവാറില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാല് അത് മീൻസ് നമുക്ക് മുന്നേ തന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അങ്ങനെയൊക്കെ പോകുന്ന ഒരു സിസ്റ്റത്തിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ അങ്ങനെ സാധാരണ വരാറില്ല. ഇനി ഈ സീസണിൽ എന്താണ് പ്രത്യേകത എന്നറിയില്ല. ചിലപ്പം അങ്ങനെ അനൗൺസ് ചെയ്തിട്ടായിരിക്കും എല്ലാവരും പോകുന്നതൊക്കെ. അങ്ങനെ പോകാൻ സാധ്യതയില്ല ഗീസ്. അത് ആ ഷോയിന്റെ ഫസ്റ്റ് എപ്പിസോഡിന് കിട്ടുന്ന ഒരു ബൂമിങ് ഇല്ലേ, അതിന് ഭയങ്കരമായിട്ട് സഹായിക്കുന്ന ഒരു സംഭവമാണ്. ഇനി അതർവൈസ് ഇനിയിപ്പോ തൊപ്പി പറഞ്ഞ പോലെ തന്നെ തൊപ്പി ബിഗ് ബോസിൽ പോവുകയാണെങ്കിൽ സെൻസേഷൻ ആയിരിക്കും. സെൻസേഷൻ മീൻസ് ഇൻ ദ സെൻസ് ഓഫ് ഓരോ ദിവസവും നമുക്ക് ഓരോരോ കണ്ടന്റുകൾ പ്രതീക്ഷിക്കാം. അത് നമുക്കറിയാം. ഇപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിനെ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും ഉള്ളിടത്തോളം കാലം ഭയങ്കരമായിട്ട് മീൻസ് ആ വ്യക്തി ചെയ്യുന്നതിൽ നല്ലത് കണ്ടെത്താൻ ആ വ്യക്തിയെ സ്നേഹിക്കുന്നവർ ശ്രമിക്കും, ആ വ്യക്തി ചെയ്യുന്നതിൽ തെറ്റ് കണ്ടെത്താൻ ആ വ്യക്തിനെ വെറുക്കുന്നവർ ശ്രമിക്കും. സോ അങ്ങനെ വരുമ്പോൾ ഭയങ്കര ക്ലാഷ് ആവും. കണ്ടന്റ് പെരുമഴ ഒരു ചാനലിനെ സംബന്ധിച്ചിടത്തോളം കിട്ടും. ഓക്കെ, നമുക്കത് വെയിറ്റ് ചെയ്യാം. എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ 6 ഫെബ്രുവരിയിൽ തന്നെ ഉണ്ടാവാൻ സാധ്യതകൾ കൂടുന്നു എന്നാണ് പറയുന്നത്. ചെന്നൈയിലായിരിക്കും സെറ്റ് എന്നൊക്കെയാണ് കേൾക്കുന്നത്. മുംബൈയിലായിരിക്കും ചെന്നൈയിലായിരിക്കും എന്നുള്ള കാര്യത്തിലും ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ലാലേട്ടന് അതിൻ്റെ ഇടയിൽ ഷൂട്ടിങ്ങുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ലാലേട്ടൻ തന്നെയായിരിക്കും ഹോസ്റ്റ് എന്ന്, ലാലേട്ടൻ തന്നെയായിരിക്കും. അതിൽ ഒരു തർക്കം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ലാലേട്ടൻ തന്നെയായിരിക്കും ഹോസ്റ്റ്. മലയാളത്തിൽ ആ ഒരു മീൻസ് ആ ഒരു രീതിയിൽ നമ്മളതിപ്പം 5 സീസൺ കണ്ടു കഴിഞ്ഞതിന്റെ ആ ഒരു ഇമ്പാക്റ്റിൽ പറയാണ്. ആ ഒരു രീതിയിൽ കണ്ടസ്റ്റൻസിനെ കൈകാര്യം ചെയ്ത് പോണെങ്കിൽ ലാലേട്ടൻ തന്നെ വേണ്ട വരും. പിന്നെ കണ്ടസ്റ്റൻസിനും ഉള്ളിലിരിക്കുന്ന അവർക്കും പുറത്തുള്ള ഒരാളോട് ബഹുമാനം തോന്നി അങ്ങനെ ഉള്ള ഒരു ആക്ടേഴ്സ് ഒക്കെ നിൽക്കുമ്പോൾ തന്നെ അവർക്ക് ആ ഒരു ബഹുമാനം കീപ്പ് ചെയ്യാൻ സാധിക്കുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുപാട് പേര് പറയുന്നുണ്ട് ലാലേട്ടൻ കുറച്ചും കൂടി ചൂടാവണം. മീൻസ് 100 days ഒക്കെ ഒരു വീട്ടിൽ നിൽക്കുന്ന ആൾക്കാരോട്, അല്ലെങ്കിൽ ഒരു 2-3 ദിവസം തന്നെ നമ്മളിപ്പം ഒരു അടച്ച ഷെല്ലിൽ ജീവിക്കുന്ന ആൾക്കാരോട് ഡീൽ ചെയ്യേണ്ട കുറച്ച് മീൻസ് സംസാര രീതികളുണ്ട്. അതിപ്പോ അത് ചിലര് മീൻസ് നമ്മൾ ഭയങ്കര റൂഡായിട്ട് അവർ ചെയ്യുന്ന എല്ലാം തെറ്റെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഷോയ്ക്ക് തന്നെ ചിലപ്പോൾ അത് മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കണ്ടസ്റ്റൻസ് ഒക്കെ ഞങ്ങൾ ഇനി കളിക്കുന്നില്ല, ഇറങ്ങി പോരാ, അങ്ങനത്തെ ഇതൊക്കെ വരുന്നതുകൊണ്ടാണ് പലപ്പോഴും മീൻസ് ലിബറൽ എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എന്നാലും ആ ഒരു രീതിയിലാണ് ലാലേട്ടൻ ആ ഒരു കാര്യം കൊണ്ടുപോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ എന്തായാലും നിങ്ങൾ ബിഗ് ബോസ് മലയാളം കാണുന്ന ഒരു കണ്ടസ്റ്റൻസ് ആണെങ്കിൽ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കഴിഞ്ഞ സീസൺ അഖിൽമാരാര് കപ്പ് കൊണ്ടുപോയി. അടിപൊളി ഒരു സീസൺ ആയിരുന്നു. മീൻസ് അടിപൊളി ഇൻ ദ സെൻസ് ഓഫ് ആ ഒരു സീസണിൽ പലരും പ്രതീക്ഷിച്ച ഒരു വിന്നർ ഉണ്ടായി എന്നുള്ളതാണ്. അതായത് അഖിൽമാരാർ അതിന് ആ ഒരു രീതിയിൽ പ്രിപ്പയർ ചെയ്ത് ആ ഒരു രീതിയിൽ മൈൻഡ് ഗെയിം കളിച്ചു. ആ ഒരു രീതിയിൽ തന്നെ ആൾക്കാരുടെ ഇടയിലേക്ക് ഇത് നേടിയെടുത്തു. അവസാനം വരെ ഒരു
മീൻസ് ഔട്ട് ആവാനുള്ള സാധ്യതകൾ വളരെ തള്ളിക്കളഞ്ഞു. പിന്നെ കഴിഞ്ഞ സീസണിൽ ഒരുപാട് മീൻസ് തെറിവിളികളായാലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയാലും നമുക്ക് ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു ഇതിൽ അവര് ആ ഒരു കാര്യം പറഞ്ഞ് കണ്ടസ്റ്റൻസിനെ പുറത്താക്കാനുള്ള ശ്രമവും കാര്യങ്ങളൊന്നും നടത്തിയിട്ടില്ല. അതും നല്ലൊരു ഇതാണ്. ഇനി വരുന്ന സീസണുകളിൽ പച്ചയായിട്ട് നിൽക്കാൻ പലരെയും സഹായിക്കുന്ന ഒരു ഘടകമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും 9:30 തൊട്ട് 10:30 എന്നുള്ള രീതിയിലായിരിക്കും ടെലിവിഷനിൽ ഈ ഒരു ഷോ എയർ ചെയ്യാൻ പോകുന്നു. ഹോട്ട്സ്റ്റാർ തന്നെ ആയിരിക്കും ഇപ്രാവശ്യം ഉണ്ടാവുന്നതെന്ന് തോന്നുന്നു. സാധാരണ അങ്ങനെയാണല്ലോ. എന്തായാലും തമിഴ് ബിഗ് ബോസ് കഴിഞ്ഞ് ഉടൻ തന്നെ നമ്മുടെ മലയാളം ബിഗ് ബോസ് നമുക്ക് പ്രതീക്ഷിക്കാം ഗൈസ്, നമുക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ ബിഗ് ബോസിൽ വരുന്ന പ്രതീക്ഷയുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും. ഇപ്പം ആരൊക്കെ നിങ്ങളുടെ മനസ്സിലൊരു കണ്ടസ്റ്റന്റ് ലിസ്റ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പം സിനിമയിൽ നിന്ന് ഇത്ര പേര്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിൽ നിന്ന് ഇത്ര പേര്, അങ്ങനെയൊക്കെ നിങ്ങൾ കരുതുമല്ലോ. അങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് കുറച്ച് ബിഗ് ബോസ് ടോപ്പിക്കുകളും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനുണ്ട്. അപ്പം നിങ്ങൾ കട്ടയ്ക്ക് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനത്തെ ടോപ്പിക്കുകളൊക്കെ ചർച്ച ചെയ്യാം എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ. അതുവരെയ്ക്കും ബൈ ഗൈസ്.